ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ക്രാഫ്റ്റ് തന്നെയാണ്. അതിനു മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതൊന്നും മറക്കരുത്, ഇപ്പം തന്നെ ചെയ്തോളൂ. അപ്പോൾ നമ്മളുടെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ക്രാഫ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഗ്ലിറ്റർ പേപ്പർ എടുത്തുള്ളത്. നിങ്ങൾക്ക് ഏത് കളറാണെങ്കിലും എടുക്കാം. ഒരു ബലൂൺ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് വേണ്ട കളർ ബലൂൺ എടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു ഫോയിൽ ടൈപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനത്തെ പേപ്പർ എടുത്തിട്ടുണ്ട്, ഫോയിൽ പേപ്പർ. പിന്നെ സീസേഴ്സും പിന്നെ ഒരു റബ്ബർ ബാൻഡും പിന്നെ ഒരു കല്ലാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ കല്ല് ഇതിലൊന്ന് വെച്ചിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ചെറുതാണ് നമുക്ക് ആവശ്യമുള്ളൂ, നല്ല വലുതൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെട്ടിക്കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന് കോട്ടിയാണ് വേണ്ടത്. അതിൽ 3 കോട്ടി ഉണ്ടെങ്കിൽ ആ 3 ഇപ്പോൾ കാണാനില്ല. ഇനി വീഡിയോ കഴിഞ്ഞ് അതിന് എന്തായാലും കിട്ടും, അത് ഉറപ്പാണല്ലോ. അപ്പം നമുക്ക് കോട്ടിക്ക് പകരം നമ്മളുടെ കല്ല് ഉപയോഗിക്കാം. അപ്പം നമ്മൾക്ക് ഇതിൽ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതിനുള്ളിലേക്ക് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ച് റിസ്ക് എടുത്ത പരിപാടിയാണ്. എനിക്ക് റിസ്ക്കാണ്, നിങ്ങൾക്ക് എത്രത്തോളം എളുപ്പമാണെന്ന് എനിക്കറിയില്ല. ഓക്കെ ഗായ്സ്, ഇട്ട് കൊടുത്തത് എന്തോ വേഗം പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതാ ഉള്ളിലാണല്ലോ ആ കല്ലുള്ളത്, കല്ലും ഫോയിലും വെച്ചിട്ട് പോയിട്ടുള്ളത്. അത് നമുക്ക് എന്താ ഇവിടെ തടിയിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഗം അങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും റബ്ബർ ബാൻഡോ എന്തെങ്കിലും വെച്ചിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഗായ്സ്, ഈ റബ്ബർ ബാൻഡ് ഇതിന് കുറച്ച് വലുതാണ്. അപ്പോൾ ഞാനൊരു ചെറിയ റബ്ബർ ബാൻഡ് വെച്ച് ടൈറ്റ് ആക്കിയിട്ട് വരാം. അപ്പോൾ ഗായ്സ്, എനിക്കിതാ ഒരു കുഞ്ഞ് റബ്ബർ ബാൻഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. കുഞ്ഞ് റബ്ബർ ബാൻഡാണ്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഇതുമ്മേ ടൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്കൊന്ന് മറിച്ചെടുക്കണം. ഇത് കണ്ടോ, ഇതേപോലെ ആക്കാനാവും കുറച്ചും കൂടി എളുപ്പം. എന്നിട്ട് ഇതേപോലെ ഊതി കൊടുത്തതിന് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പം നമുക്ക് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീർപ്പിച്ചിട്ട് കെട്ടിക്കൊടുക്കാം. നമുക്ക് വേണ്ട അത്രയ്ക്ക് ഇത് വീർപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഏകദേശം ഇത്രയ്ക്കാണ് എടുക്കുന്നത്. ബാക്കി നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല, കണ്ടോ, ഇപ്പം ഇതിങ്ങനെ തട്ടിയിടാൻ നോക്കിയാലും അത് ആടി കളിക്കുകയുള്ളൂ, ഇതേപോലെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഇതൊന്നും നല്ല ടൈറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ കെട്ടിക്കൊടുക്കാം. ഒരു കെട്ടും കൂടി വേണമെങ്കിൽ നമുക്ക് എനിക്ക് കെട്ടാം. ഞാൻ അഴിഞ്ഞു പോണ കെട്ടാണ് കെട്ടിങ്ങനെ കുറച്ചും കൂടി വീർപ്പിക്കണോ വെച്ചിട്ടാണ് കെട്ടിനത്. അപ്പോൾ ഒരു കെട്ട് കൂടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. കണ്ട ഗൈസ്, ഇപ്പോൾ കണ്ട അതിൻ്റെ ബാക്ക്. ഇത് നമ്മളുടെ അക്കല്ലും ഫോയിലും സത്യം പറഞ്ഞാൽ കോട്ടി. കണ്ടോ, നമുക്കതിവിടെ കാണാനുണ്ട് കരുതുന്നു. കണ്ടോ, ഇവിടെ ഒരു പച്ച കളർ കാണാനല്ലേ, അത് തന്നെയാണ്. എന്നാൽ കണ്ടപ്പോൾ നമ്മൾ എത്ര തട്ടിയാലും ആടൂല. കണ്ടോ, നമുക്ക് എറിഞ്ഞ് കളിക്കുകയും ചെയ്യാം. പക്ഷെ അതെന്ത് ചെയ്യും, താഴത്ത് നല്ല രീതിക്ക് തന്നെ ലാൻഡായിട്ട് നിൽക്കും. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം.
എനിക്കിതിൻ്റെ ഇത് ബ്ലാക്ക് ബലൂൺ എങ്ങനെ അപ്പോൾ എന്താ ചെയ്യുന്നതൊക്കെ ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞാനിവിടെ എന്തായാലും ഈ ഫോയിൽ വെച്ചിട്ട് പേപ്പർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ചെവിയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡിൽ അത് ഒട്ടിക്കാം. ഓക്കെ, അത് ഒട്ടിക്കാൻ പോകണേ. ഫസ്റ്റ് വരയ്ക്കാൻ പോകണമെങ്കിൽ പെൻ വെച്ചിട്ട് ഇതുമ്മ വരച്ച ആരും മനസ്സിലാവില്ല പെട്ടെന്ന്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് രണ്ടായിട്ട് മടക്കി കൊടുക്കാം. രണ്ടായി മടക്കി കൊടുത്ത് വിട്ടാൽ നല്ല എളുപ്പമാകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് ചെവിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ. എന്നിട്ട് ഇത് രണ്ടും നമുക്ക്